ഹായ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 2-ലെ ഇംഗ്ലീഷ് ചാപ്റ്റർ 3 ലിറ്റിൽ ബേർഡിയാണ്. അപ്പോൾ നോക്കിയോ, ചാപ്റ്റർ 3 ലിറ്റിൽ ബേർഡി. ഫസ്റ്റ് ഒരു ബേർഡിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങൾ കളർ ചെയ്യണം. പിന്നെ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇവിടെ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നോക്കാം, ലെസൺ നോക്കിക്കോ. One day, Sonali was playing in the garden nearby. She saw a tiny sparrow lying on the ground. She picked it up gently. The sparrow had hurt its wing. Sonali ran home to her mother. She was so nervous. She showed the sparrow to her mother and asked her to wash the wound. അപ്പോൾ എന്താണ് നോക്കിയോ. One day Sonali was playing in the garden nearby. എന്താണ് സൊനാലി വീടിനടുത്തുള്ള പൂന്തോട്ടത്തിൽ, അവളുടെ പൂന്തോട്ടത്തിൽ നിന്ന് എന്തെയാണ് കളിക്കുകയായിരുന്നു. അപ്പോൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് ചെയ്തു? ഷീ സോ എ ടൈനി സ്പാരോ ലൈയിങ് ഓൺ ദ ഗ്രൗണ്ട്. അവൾ നോക്കിയപ്പോൾ ഒരു കുഞ്ഞു കുരുവി താഴെ കിടക്കുകയാണ്. ഷീ പിക്ക്ഡ് ഇറ്റ് അപ്പ് ജെന്റ്ലി. അവൾ അടുത്ത് നിന്ന് എന്ത് ചെയ്തു? പതുക്കെ, ജെന്റ്ലി മീൻസ് പതുക്കെ, സൗമ്യമായിട്ട് പതുക്കെ ചെന്ന് അതിനെ എടുത്തു. ദ സ്പാരോ ഹാഡ് ഹേർട്ട് ഇറ്റ്സ് വിങ്. ആ കുരുവിയുടെ ചിറക്, വിങ് എന്ന് പറഞ്ഞാൽ ചിറകിന് എന്ത് പറ്റി? ഹേർട്ട്, മുറിവുണ്ടായി. സൊനാലി റാൻ ഹോം ടു ഹർ മദർ. സൊനാലി എന്ത് ചെയ്ത്? അമ്മയുടെ അടുത്തേക്ക് പോയി. ഷീ വാസ് സോ നെർവസ്. പേടിച്ച കുരുവിയും കൊണ്ട് സങ്കടത്തോടെ അമ്മയുടെ അടുത്ത് കുരുവിയെ കൊണ്ടുപോയി. ഷീ ഷോഡ് ദ സ്പാരോ ടു ഹർ മദർ ആൻഡ് ആസ്ക് ഹർ ടു വാഷ് ദ വൂണ്ട്. എന്നിട്ട് അമ്മയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് അമ്മയ്ക്ക് ഈ കുരുവിയെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എന്താണ് അമ്മ, അതിന് ചിറകിന് മുറിവ് പറ്റി, ആ മുറിവ് എന്ത് ചെയ്യണം? അതിനെ കഴുകാൻ പറഞ്ഞു. അപ്പോൾ നോക്കിയോ. One day Sonali was playing in the garden nearby. She saw a tiny sparrow lying on the ground. She picked it up gently. The sparrow had hurt its wing. Sonali ran home to her mother. She was so nervous. She showed the sparrow to her mother and asked her to wash the wound. അപ്പം നെക്സ്റ്റ് പേജ് ഇനി നോക്കിക്കോ, അടുത്തടുത്തോ. നോക്കിക്കോ. Her mother quickly cleaned the injured wing of the sparrow and bandaged it. Her mother then put some cotton into a basket to make a soft bed for the sparrow. Every day, Sonali and her mother feed her crumbs of food. Gradually, the sparrow grew strong and her wing healed. On a bright sunny morning, the little sparrow flew away. Sonali felt sad. She missed her little friend. But then, one day, she saw the little sparrow singing on her window. How happy Sonali was! She looked out and saw that the little sparrow had made a nest on a tree in her garden. There were 4 tiny eggs in the nest. Sonali was excited. She wondered how long it would take for the eggs to hatch. ചെറിയൊരു ജലദോഷമുണ്ട്, അതിൻ്റെ ഇതുണ്ട്, ഇപ്പോൾ നോക്കിയോ. Her mother quickly cleaned the injured wing of the sparrow and bandaged it. അപ്പം
അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി സൊനാലി എന്ത് പറഞ്ഞു? അമ്മ നോക്ക്, ഈ കുരുവിയുടെ ചിറക് ഒടിഞ്ഞ് അമ്മ അതിനൊന്ന് വാഷ് ചെയ്യാൻ ഒന്ന് കഴുകി അതിൻ്റെ മുറിവൊക്കെ ഒന്ന് കഴുകി കെട്ടിക്കൊടുക്കുക. ആര് പറഞ്ഞു? സൊനാലി പറഞ്ഞു. അപ്പോൾ അത് കേട്ടിട്ട് അമ്മ എന്ത് ചെയ്തു? അതിനെ മുറിവൊക്കെ കഴുകി Her mother quickly cleaned the injured wing of the sparrow and bandaged it. എന്ത് ചെയ്തു? അതിനെ കഴുകി ബാൻഡേജ് ചെയ്ത് കെട്ടിവെച്ചു. Her mother then put some cotton into a basket to make a soft bed for the sparrow. എന്ത് ചെയ്തു? പിന്നെ അവളുടെ അമ്മ എന്ത് ചെയ്തു? ഒരു ചെറിയൊരു ബാസ്ക്കറ്റ് എടുത്തിട്ട് അതിലിത്തിരി പഞ്ഞി വെച്ച് ഈ കിളിക്ക്, ഈ കുരുവിക്ക് കിടക്കാൻ കണക്കിന് ഈ കുരുവിക്ക് കിടക്കാൻ കണക്കിന് ഒരു ചെറിയ നല്ല സോഫ്റ്റ് ബെഡാക്കി കൊടുത്തു. എവറി ഡേ സൊനാലി ആൻഡ് ഹർ മദർ ഫീഡ് ഹർ ക്രംസ് ഓഫ് ഫുഡ്. എന്ത് ചെയ്തു? ചെറിയ ധാന്യങ്ങൾ, പൊടി, അരിപ്പൊടിയോ ചെറിയ ധാന്യപ്പൊടികളോ തന്നെ എന്ത് ചെയ്തു? ഫുഡായിട്ട് കൊടുക്കാൻ തുടങ്ങി. Gradually, the sparrow grew strong and her wing healed. അങ്ങനെ കുരുവി എന്ത് ചെയ്തു? ഇത്തിരി നല്ല സ്ട്രോങ് ആയത്, നല്ല ആരോഗ്യത്തോടെ മുറിവൊക്കെ ഉണങ്ങി റെഡിയായി വന്നു. ഓൺ എ ബ്രൈറ്റ് സണ്ണി മോർണിംഗ് ദ ലിറ്റിൽ സ്പാരോ ഫ്ലൂ അവേ. ഒരു ദിവസം രാവിലെ ആയപ്പം നമ്മൾ സൊനാലി നോക്കിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? കുരുവി അവിടെ നിന്ന് പറന്നുപോയി. നല്ല മുറിവൊക്കെ ഉണങ്ങി എന്ത് ചെയ്തു? അത് പറന്നുപോയി. സൊനാലി ഫെൽറ്റ് സാഡ്. അങ്ങനെ സൊനാലിക്ക് എന്ത് ചെയ്തു? സങ്കടം തോന്നി. ഷീ മിസ്ഡ് ഹർ ലിറ്റിൽ ഫ്രണ്ട്. അവൾക്ക് അവളുടെ കുഞ്ഞ് ഒരു കൂട്ടുകാരൻ മിസ്സായതുപോലെ അവൾക്ക് തോന്നി. ഫ്രണ്ട് മിസ്സായതുപോലെ തോന്നി. അങ്ങനെ അവൾ വിഷമിച്ചിരിക്കുകയാണ്. But then one day she saw the little sparrow singing on her window. ഒരു ദിവസം അവൾ കാണുകയാണ്, ഒരു കുഞ്ഞു കുരുവി എന്ന് അവളുടെ ജനലിനരികെ വന്ന് നിന്ന് പാടുന്നത് അവൾ കണ്ടു. ഹൗ ഹാപ്പി സൊനാലി വാസ്. അപ്പോഴത്തേക്ക് ഈ പാടുന്ന കണ്ടപ്പോഴത്തേക്ക് സൊനാലിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഷീ ലുക്ക്ഡ് ഔട്ട് ആൻഡ് സോ ദാറ്റ് ദ ലിറ്റിൽ സ്പാരോ ഹാഡ് മെയ്ഡ് എ നെസ്റ്റ് ഓൺ എ ട്രീ ഇൻ ഹർ ഗാർഡൻ. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഈ കുഞ്ഞു കുരുവി എന്തിനാണ് അവളുടെ ഈ ഗാർഡനിൽ ഒരു ചെറിയൊരു കൂടുണ്ടാക്കി വച്ചിരിക്കുന്ന കണ്ടു. There were 4 tiny eggs in the nest. അതിൽ നോക്കിയപ്പോഴത്തേക്ക് 4 കുഞ്ഞു മുട്ടകളും ഉണ്ട് ആ നെക്സ്റ്റിൽ. സൊനാലി വാസ് വെരി എക്സൈറ്റഡ്. ഇത് കണ്ടപ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കരമായിട്ട് ആകാംക്ഷ തോന്നി. ആകാംക്ഷ തോന്നി. She wondered how long it would take for the eggs to hatch. അവളിങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ആ മുട്ട എത്ര ദിവസം എടുക്കും അത് വിരിഞ്ഞു വരാനെന്നുള്ള ആകാംക്ഷയോടെ സൊനാലി ഇരിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കിയോ. Her mother quickly cleaned the injured wing of the sparrow and bandaged it. Her mother then put some cotton into a basket to make a soft bed for the sparrow. Every day Sonali and her mother feed her crumbs of food. അതായത് ക്രംസ് എന്ന് പറഞ്ഞാൽ പൊടികളാണ്. എന്തെങ്കിലും ബ്രെഡിൻ്റെ പൊടിയോ അങ്ങനെ ഈ പൊടി അല്ലെങ്കിൽ അരിപ്പൊടിയോ അങ്ങനെയുള്ള പൊടിയായിട്ടുള്ള തരിയായിട്ടുള്ള ആഹാരം, ക്രംസ് കേട്ടോ. Gradually the sparrow grew strong and her wing healed. On a bright sunny morning the little sparrow flew away. Sonali felt sad. She missed her little friend. But then one day she saw the little sparrow singing on her window. How happy Sonali was. She looked out and saw that the little sparrow had made a nest on a tree in her garden. There were 4 tiny eggs in the nest. Sonali was very excited. She wondered how long it would take for the eggs to hatch.
അപ്പം ഇത്രയേ ഉള്ളൂ. സൊനാലി ആകാംക്ഷയോടെ ഇരിക്കുകയാണ് മുട്ട എന്ന് വിരിയുമെന്ന് ആലോചിച്ച്. അപ്പോൾ അതുവരെയായി കഥ തീർന്നൊക്കെയാണ്. അപ്പോൾ എല്ലാവരും പഠിക്കുക. അതുപോലെ എൻ്റെ ഈ ചാനൽ ഞാൻ എടുത്തിങ്ങനെ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് അയയ്ക്കുക. പിന്നെ എല്ലാവരും ലൈക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഫ്രണ്ട്സിന് ഷെയർ ചെയ്താൽ മാത്രം പോരാ, അവരുടെ കൂടെ സബ് കൂടെ ചെയ്യാൻ പറയണേ. ഓക്കെ, താങ്ക് യു.